ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്ന ഒരു വിഷയമാണല്ലോ, മറ്റേ സജിന ഫിറോസ് റസൂൽ പൂക്കുട്ടി വിഷയം. അപ്പോൾ എല്ലാവരും എടുത്തിട്ടൊക്കെ അങ്ങ് അലക്കണ്ണട പോയി. അപ്പോൾ ഞാനും രണ്ടു വാക്ക് പറയാമെന്ന് കരുതി കേട്ടോ. നമുക്കിന്ന് അങ്ങനെ ഒന്നും ഒരു വെടിക്കഥ ആവട്ടെ, വെടിവെക്കാൻ പോകുന്ന കഥ. അതായത് ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്തെ ഈ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു പുരുഷൻ സംസാരിച്ചാലോ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ആരുടെങ്കിലും മുഖത്ത് നോക്കി സംസാരിച്ചാൽ പിന്നെ അവനും അവളും കൂടെ മറ്റേ പരിപാടിയാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം എല്ലാം മാറിപ്പോയി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര പേരുമായിട്ടാണ് പരിപാടി ചെയ്യുന്നത്, അതിൻ്റെ ലിസ്റ്റ് നോക്കിയാണ് ഓരോരുത്തരുടെ മാനാഭിമാനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 പേരോടെ കൂടെയാണ് പരിപാടി, അത് ഒരു ക്രെഡിറ്റാണ്. അത് എണ്ണം കൂടിയാലോ അതിലും ക്രെഡിറ്റാ. അങ്ങനെ നമുക്കൊരു വോയിസ് ഒന്ന് കേൾക്കാം. ചോദിക്ക്. സ്വന്തം ഇഷ്ടത്തിന് പറ്റണ്ട. എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവശ്യം റോസ് അതിന് വേണ്ടിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് കഴിയില്ല. റോസിനെതിരെ തൽക്കാലം ഉണ്ടായിരിക്കുന്ന വലിയ വിഷയം ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. അല്ല, അതാണല്ലോ അതിൻ്റെ ശരി കാര്യം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച് ഇത്രയും നാളും അവൻ്റെ കൂടെ പോയി ജീവിച്ച് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ സാധിച്ച് ഇത്രയും ദിവസം ആണല്ലോ അവൻ തീറ്റി പോറ്റി കൊണ്ടുവന്ന് നിനക്കൊക്കെ അങ്ങോട്ട് അണ്ണാക്കിലൊക്കെ ഇട്ട് അടിച്ചു കയറ്റി തന്നതിനുള്ള കൂലി കൊടുക്കണമല്ലോ. കൊടുക്ക്. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് തൽക്കാലം കുറച്ച് സമയത്തേക്ക് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് അത് ചെയ്യാൻ അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതല്ല ഞാൻ വലിയ പൈസ ചെലവുള്ള പറയുന്നതാ. ആക്ച്വലി മറ്റവരുടെ കൂടെയാണ് കാര്യങ്ങൾ വളരെ പിന്നീടാണ് മനസ്സിലായത്. ഓ, അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്, ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. തന്നെയാണ്. എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമുള്ളൂ. ഞാൻ ഇക്കാര്യത്ത് ബലമായി പേടിച്ച് ഇക്കാര്യക്ക് എനിക്ക് ഇക്കാനെ വേണമെന്ന് സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണ്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അത് പറ്റത്തില്ലടാ. പോയി ഇപ്പൊ എന്റെ ഇരിക്കുന്ന സാധനം എന്റെ അങ്ങോട്ട് കയറിയാലേ ആ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്റെ ഇവിടെ ഇരുന്ന് എന്റെ ഇരുന്ന് നിന്റെ അവിടെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവത്തില്ല. അത് സത്യമായ കാര്യം, അത് സത്യം പറയണല്ലോ. പറ. കുഞ്ഞൊരു കുഞ്ഞുണ്ടായത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്കാം എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം എന്തോന്ന് ആണല്ലോ. റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ വിളിച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളല്ല. കാരണം ഇതെല്ലാം മനുഷ്യൻ്റെ ഓരോരോ സാഹചര്യങ്ങളാണ് എന്ന് മാത്രം കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ പല പല സിറ്റുവേഷനിലൊക്കെ കടന്നു പോകും.
പിന്നെ അതുകൊണ്ടൊക്കെയാണെന്ന് നമ്മളങ്ങനെ നെഗറ്റീവ് പറയുന്നല്ല. ഇതെന്ന് പറഞ്ഞാൽ പക്കാ വെടിക്കഥയാണ്. വെടിക്കഥ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ, കാശിന് വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുമണിയിട്ട് വിളിച്ചോടി പണക്കാരുടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി? ഞാൻ വിടട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുള്ളൂ. എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് വയ്ക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കും? അതായത് പണത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ആരെ കൂടെ എന്തോന്നിന് വേണമെങ്കിലും പോകാൻ തയ്യാറാണെന്നാണ് ഇവള് പറയുന്നത്. അതായത് സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ. അതുമല്ല, ഇപ്പോൾ ഒരു കോടതി നിയമങ്ങളൊക്കെ ഉണ്ട്. കാരണം 18 വയസ്സ് പൂർത്തിയായ ഒരു സ്ത്രീക്കും ആരെ കൂടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോയി പരിപാടിയൊക്കെ ചെയ്യാൻ അതിനുള്ള ഒരു സ്വതന്ത്ര ലൈസൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ നാണോ മാനോ മാനാഭിമാനം എവിടെയാണ്, ആർക്കാണ് ഉള്ളത്? അവളെ പറഞ്ഞു കേട്ടില്ലേ, അവൾക്ക് പണവും സുഖവും മതി. ഇനിയിപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ റസൽ പൂക്കുട്ടിക്ക് ഒരു പിന്നെ അവാർഡൂടെ കൊടുക്കണമല്ലോടെ. ഇതിനകത്ത് പറയുന്നുണ്ട്, അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ഒറയിട്ടൊന്നും ചെയ്താൽ അവൾക്ക് തൃപ്തി വരത്തില്ല. അവൾക്ക് ലൈവായിട്ട് തന്നെ കയറിയേ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ 2 ഒരെണ്ണം ആയത്. എന്നിട്ട് വന്നിരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് വന്നിരുന്ന കൊണയിലടിക്കുന്ന കേൾക്കുമ്പോഴാണ് ഈ നമുക്ക് പേര് വരുന്നത്. എനിക്കിപ്പം ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള ഒരു സിറ്റുവേഷനിലല്ല ഞാൻ. അല്ല, ഇപ്പം ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലീഗലി എല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ പേര് കുറെ കഥകളും കുറെ അനാവശ്യങ്ങളും പറഞ്ഞ് കുറെ വീഡിയോസ് വെളിയിൽ വന്നുകൊണ്ട് അതിന്റെ ഒരു വശം മാത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ലീഗലി പോയാലും ഇത് പുറത്തറിയാൻ പോകുന്നില്ല. അപ്പം അതിനൊരു മറുവശം കൂടെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഞാൻ മാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങള്, മറ്റു ഫാമിലി എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ എന്റെ ഒരു ഫാമിലി മാത്രമല്ല, വേറും അങ്ങനെ ഒരു കുഞ്ഞുങ്ങളാണ് ഫാമിലിയാണ് എന്ന് ചിന്തിക്കുന്ന നീ ആണെങ്കിൽ ഇങ്ങനെ പല മോന്മാരെ കൂടെ പോവൂ? എൻ്റെ ഒരു ചോദ്യമാണ്, എടീ കഴിവറ മോളെ, ഈ ലൈംഗിക തൃപ്തി ലഭിക്കാത്ത ധാരാളം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാരും ഇതുപോലെ കണ്ടവന്മാരെ കൂടെ പോകുന്നില്ല. അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, മാനാഭിമാനം ഉണ്ടെന്ന് കരുതിയിട്ട് അവരുടെ വികാരം അടങ്ങിയില്ലെങ്കിലും അവരത് ക്ഷമിച്ച് ജീവിക്കും. അതാണ് ഒരു സ്ത്രീ കേട്ടോ. നിനക്ക് അതല്ല, നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിനക്ക് പണം വേണം, ആഡംബര ജീവിതം വേണം. എന്നിട്ട് വന്നിരുന്ന കൊണയിലടിക്കുന്ന എന്താണ്? നീ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമൂഹം നീ തന്നെയല്ലേ ഇത് പുറത്ത് കൊണ്ടുവന്നത്? പറ. ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ട്. അവരും ലീഗലി പോയിട്ടുണ്ട്, ഞാനും ലീഗലി നീങ്ങിയിട്ടുണ്ട്. അതിന്റെ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്കാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. സാർ തീർച്ചയായിട്ടും ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട്. അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. സൈബർ അറ്റാക്ക് അത് തുടങ്ങി എന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും. ഈ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തത് ആരാണ്? നിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാണോ ഈ സൈബർ അറ്റാക്ക് ചെയ്തത്? നീയൊക്കെ ഈ സമൂഹത്തിലോട്ട് ഇട്ടുകൊടുത്തിട്ടല്ലേ ഈ സമൂഹം അറിഞ്ഞത്? ആണോ നിന്റെ ഈ വെടിക്കഥയും പടക്കക്കഥയും വ്യഭിചാര കഥകളൊക്കെ ഇതെങ്ങനെയാണ് സമൂഹത്തിലേക്ക് അറിഞ്ഞത്? നീയൊക്കെ ഇട്ടുകൊടുത്തിട്ടല്ലാതെ നിന്റെയൊക്കെ വീട്ടിലാരും വന്നില്ലല്ലോ. ശിക്ഷ കിട്ടുന്നവർക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തിട്ടേ ഞാൻ നടന്നതുള്ളൂ. അത് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഭാഗം കേട്ടിട്ട് നമ്മളത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഞാൻ ശരിക്കും ആക്ച്വലി വീട്ടിൽ ഇരുന്ന് കരയേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. കാരണം ചിലവരുടെ പല ആൾക്കാരുടെയും വീഡിയോസ് പുറത്ത് വരുമ്പോ ഞാൻ ഓർക്കും, അയ്യോ എന്താണ് ഇത് സംഭവിക്കുന്നത്, ശരിയാണോ തെറ്റാണോ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇത് അതേ സിറ്റുവേഷൻസ് നമ്മളുടെ വീട്ടിൽ വരുമ്പോ നമ്മൾ പറയുമല്ലോ, അയലത്തമ്മയുടെ ഭ്രാന്ത് കാണാൻ നല്ല രസമാണ്, പക്ഷെ സ്വന്തം വീട്ടിൽ ആ ഭ്രാന്ത് ഉണ്ടാവുമ്പോഴാണ് ഇത് ആ ഭ്രാന്ത് സ്വന്തം വീട്ടിൽ നിനക്ക് തന്നെ ആയിപ്പോയല്ലോ. കാമക്കടി, കാമം പൈസയുള്ള ആർത്തി. പിന്നെ 8-10 പേരൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് അതിന്റെ ചരിത്രങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. നിന്റെ ഭർത്താവ് തന്നെ ഇങ്ങനെ ഓരോ തെളിവുകൾ പുറത്തു കൊണ്ട് വരികയാണ്, നിന്റെ ലീലാവിലാസങ്ങളൊക്കെ. എടീ പെങ്കൊച്ചേ, ഇത്രയും കാമക്കടിയൊക്കെ ഉണ്ടെങ്കിലും ഇച്ചിരിയൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിച്ചെങ്കിൽ ഇപ്പോൾ എത്ര പേരുടെ ജീവിതമാണ്, എത്ര പേർക്കാണ് നാണക്കേടായത്. ഈ സമൂഹത്തിൽ നിലയും വില ഉണ്ടായിരുന്ന ഒരു ഓസ്കാർ അവാർഡൂടെ വാങ്ങിയ ഒരു കക്ഷിയാണ് പിന്നെ റസൂൽ പൂക്കുട്ടി.
നമ്മുടെ കൂടെ ഇനി അടുത്ത ഒരു ഓസ്കാർ കൂടെ നമുക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ കാശ് കെട്ടാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന എന്താന്ന് മനസ്സിലാവുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുമ്പോ ഞാനുണ്ടായ ഞാൻ പോകുന്ന വഴികളും ഇനി ആർക്കും ഒരമ്മമാർക്കും ഒരു വ്യക്തിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും കടപ്പാടും എന്റെ പൊന്നോ, ശത്രുവിന് പോലും ഇതുപോലൊരു ഗതി വരരുത്. പിന്നെ നിന്നെ പോലെ ഇതുപോലെയൊക്കെ ഈ 1ഉം 2ഉം കയറിയാൽ പോരാ, എപ്പോഴും അതിനകത്ത് വേണമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഊമ്പലൊക്കെ പറ്റും. കാര്യം നീയൊക്കെ തന്നെയാണ് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തത് കേട്ടോ. കഷ്ടം. ജനങ്ങളൊക്കെ അടുത്തുള്ള എന്തോ ഒരു ഉത്കണ്ഠയാണ്. ഞാനിപ്പം ഒരു ആർട്ടിസ്റ്റ് ആയിപ്പോയി. അതെ, അല്ലല്ല, ആർട്ടിസ്റ്റ് ആയി പോയത് ഒരു തെറ്റുമല്ല. ഇത് അതിനേക്കാളും നല്ലതില്ല. അഭിനയിക്കുക എന്ന് പറയുമ്പോൾ 2, 3, 5, 6 പേരുടെ കൂടെ ഒരു പരിപാടി ചെയ്ത് അതിനൊക്കെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് ഓസ്കാർ അവാർഡ് കിട്ടേണ്ടതാണ്. പറ. വെളിയിൽ എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം വെളിയിൽ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളർ. അയ്യോ, ഇത് ചെറിയ കാര്യമാണോ? കാര്യം യൂട്യൂബർമാർക്ക് കാശുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ലേ ഇത്? കുറച്ചാൾ ഓട്ടിക്കാനുള്ള ഐറ്റം ഇല്ലേടാവേ. റിയാക്ഷൻ എന്ന് പറഞ്ഞൊക്കെ കുറെ എണ്ണം ഉണ്ടല്ലോവേ. അപ്പൊ അവർക്കൊക്കെ തിന്നാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇതുപോലെയൊക്കെ വല്ലാണ്ട് ഇട്ടുകൊടുത്താലല്ലേ അവർക്കൊക്കെ അതൊരു കാശുണ്ടാക്കാൻ പറ്റൂ. അടിപൊളി അടിപൊളി. അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവൾ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാ സത്യം പറഞ്ഞ. അല്ലെങ്കിൽ ഗോസിപ്പൊക്കെ ഇത് ആരാ പറഞ്ഞത്? ആരെങ്കിലും ഗണിച്ചെടുത്ത് പറഞ്ഞതാണോ? സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്ത കാര്യങ്ങളല്ലേ? അപ്പൊ അങ്ങനെ ഒരു പടക്ക കഥ ഇവിടെ വെളിയിൽ വന്നേക്കാണ്. ആറുമതിക്ക് ഇനിയിപ്പോ ഇവരൊക്കെ വിട്ടിട്ട് നമുക്ക് അടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. എന്തായാലും ആ ഫിറോസുമായിട്ടുള്ള ബന്ധമൊക്കെ ഒഴിഞ്ഞു പോയതിന് ശേഷം പോരായിരുന്നോ വേറെ ഒരുത്തൻ്റെ കൂടെ പോയി കിടന്ന് കുണയിലടിക്കാനുള്ളത്? ഇപ്പോൾ ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇപ്പം പോലീസും പട്ടാളമായിട്ടൊക്കെ അതിൻ്റെ പുറകെ നടന്നനെ. ഇപ്പോൾ സ്ത്രീകളായതുകൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ട്. കാരണം നിയമം പോലും നിങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഈ നിയമങ്ങളെ ഇപ്പം നിയമത്തിനെ ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തന്തയിലാത്രങ്ങൾ കൂടി വരുന്നത്. കൂടുതലൊന്നും പറയാനില്ല സുഹൃത്തുക്കളെ. അപ്പം മോളെ അർമാദിച്ചോ, കോടികൾ കൂടട്ടെ, പരിപാടിയും കൂടട്ടെ കേട്ടോ. ബൈ.